ഗൈസ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ 2024 കഴിയാൻ പോവാണ്. ഇനി ഒരു കുറച്ച് ഫ്യൂ ഡേയ്സും കൂടെ ഉള്ളൂ അല്ലേ ബാക്കി. 2025 ഒരു പുതിയ വർഷം വരാൻ പോവാണ്. അപ്പൊ എപ്പോഴും ന്യൂ ഇയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുക, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുക, ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഒഴിവാക്കി എന്താണ് പുതിയ പുതിയ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ എല്ലാവരുടെ മൈൻഡിലും ഓരോരോ പ്ലാനുകൾ ഉണ്ടായിരിക്കും അല്ലെ. സോ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ ഈ വർഷം ഞാൻ ഇന്ന കാര്യം മാറ്റാം, അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ഒരു എന്താ പറയാ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു എയിം വെച്ചിട്ട് ഒരു വർഷവും തുടങ്ങിയിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴാണോ ഒരു ബോധോദയം വരുന്നത് അപ്പോഴാണ് ഓരോ പുതിയ ഹാബിറ്റ്സും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര അങ്ങനെ ഞാൻ സഡൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത പല കാര്യങ്ങളും എന്റെ ലൈഫിൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 5 പോയിന്റ്സ് ആണ്. നമുക്ക് നമ്മുടെ ഒരു അടുത്ത വർഷമെങ്കിലും നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ ആയിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ്. അതൊരു റെസൊല്യൂഷൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു 5 പോയിന്റ്സ് അതാണ് കേട്ടോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയാം, ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ പോയിന്റ്സും ഞാൻ ഫോളോ ചെയ്യുന്നതല്ല. ഞാൻ ഇനി ഫോളോ ചെയ്യാൻ പോകുന്ന ഒരു 1-2 പോയിന്റ്സ് കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. ആദ്യത്തെ കാര്യം എനിക്ക് എന്താ പറയാന്ന് വെച്ചാല്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു റുട്ടീൻ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മളിപ്പോ പലരും ഇപ്പോ എന്താ പറയാ എല്ലാരും ഞാൻ പറയുന്നില്ല, കുറെ ആൾക്കാരൊക്കെ അവർക്ക് പ്രത്യേകിച്ച് ഒരു റുട്ടീനൊന്നും ഉണ്ടാവില്ല. അതായത് രാവിലെ ഇപ്പൊ ഒരു 10 മണിക്ക് എഴുന്നേക്കുന്നു, പിന്നെ ഒരു 1 hour ബെഡിൽ തന്നെ ഫോൺ നോക്കിയിട്ട് കിടക്കുന്നു, പിന്നെ ഒന്നും ഒരു അടുക്കും ചിട്ടയില്ലാത്ത ഒരു ലൈഫ്, ആ ലൈഫിന്റെ ഫ്ലോയിൽ അങ്ങ് പോവായിരിക്കും. അങ്ങനെ ഉള്ളവര് ആ ലൈഫിനെ ഒന്നൊരു റൂട്ടീനിലേക്ക് സെറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. എല്ലാ ദിവസവും എന്താ പറയാ ഒരേ സമയത്ത് എഴുന്നേക്കാൻ ട്രൈ ചെയ്യുക. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാല് ഏറ്റവും നമ്മളെ ഹോൾ ഡേന്ന് തന്നെ മോശമാക്കുന്ന കാര്യമാണ് ഈ ബെഡിൽ കിടന്നിട്ടുള്ള ഫോൺ നോക്കാറുള്ളത്. നമ്മൾ നോക്കില്ലേ? ഓഫ്കോഴ്സ് ഞാനും ചെയ്യാറുണ്ടത്. ആ ഒരു കാര്യം ഞാൻ എന്തായാലും ഒന്ന് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു കുറച്ച് ദിവസത്തേക്കല്ല, എനിക്കൊരു ലോങ് ടേം, അതായത് സസ്റ്റൈനബിൾ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റണം. അങ്ങനെ നിങ്ങൾക്കും പറ്റണം. അതായത് നമ്മളിപ്പോ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തേക്കാണെങ്കിൽ അതിലൊരു കാര്യമല്ല, അല്ലെങ്കിൽ ഒരു മാസം, അങ്ങനെയല്ല. നമുക്ക് കുറേ കാലത്തേക്ക് ആ ഒരു നല്ല ആ ഒരു നല്ല ട്രാക്കിൽ പോകാൻ പറ്റിയാൽ അതാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കാര്യം. ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം ഈ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഫോൺ എടുത്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ 1 hour ഒക്കെ നമുക്ക് അങ്ങനെ പോകുന്നുണ്ട്. എനിക്കും പല ദിവസങ്ങളിലും അങ്ങനെ പറ്റാറുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് എഴുന്നേൽപ്പിക്കും, പക്ഷെ എല്ലാ ദിവസവും അല്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, ഇനി പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ നമുക്കറിയാം എല്ലാം നമ്മൾ പുതുതായിട്ട് ആ ഒരു എന്താ പറയാ നമുക്കൊരു ഒരു മോട്ടീവ് ഉണ്ടല്ലോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ചേഞ്ചസ് ഉണ്ടാവും. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുക. അതായത് രാവിലെ ഇപ്പൊ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അല്ലെങ്കിൽ ഇന്ന ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾ റെഡി ആവും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു എന്താ പറയാ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ എപ്പോഴും അത് ചെയ്യാറുണ്ട്. അതായത് ഞാൻ എന്ത് ചെയ്യണം, കാരണം എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത്. പക്ഷെ എന്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഈ ബെഡിൽ കിടന്നിട്ടുള്ള ഫോൺ നോക്കുന്ന കാര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എഴുന്നേക്കും, ആ ഒരു സമയം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ രാവിലെ തന്നെയുള്ള നമ്മളെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മൂഡ് പോവുകയാണ് ഈ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ. സത്യം എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. കാരണം ഫോണ് നമ്മൾ നോക്കാത്ത ഒരു ദിവസം നമ്മൾ നേരെ എഴുന്നേറ്റ് വരികയാണെങ്കിൽ, നേരെ എഴുന്നേറ്റ് വന്ന എന്തെങ്കിലും നമുക്ക് ചിലപ്പോൾ നമ്മൾ ഒരു സ്കിൻ കെയർ ചെയ്യലാവാം, അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും, അത് ചെയ്താലും നമ്മൾ ഭയങ്കര പോസിറ്റീവാണ് അടുത്ത കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്, എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കും.
എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ, എല്ലാം കൂടെ വീഡിയോ ഷൂട്ടിങ്ങും എല്ലാം ചെയ്യാൻ. അതേപോലെ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യാത്തവരാണെങ്കിലും വീട്ടിലിരിക്കുന്നവരാണെങ്കിലും എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് 1 2 3 എന്ന് വെച്ചിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്തൊക്കെ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ലൈഫ് ഒരു ട്രാക്കിലേക്കാവും. അപ്പൊ ഒരു സ്ട്രെസ് ഉണ്ടാവില്ല നമുക്ക്. എല്ലാം അതിന്റെ സമയത്ത് ചെയ്ത് ആ ഒരു എന്താണ് നമുക്ക് പതിയെ പതിയെ ചെയ്തു പോകുമ്പോൾ നമ്മൾ അത്ര സ്ട്രെസ്ഡ് ആയിരിക്കില്ല, നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും. അതുവഴി നമുക്ക് അതൊരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എല്ലാ ദിവസവും അല്ല, ചില ദിവസങ്ങളിലൊക്കെ ഞാൻ എന്റെ 1 2 3 ഇട്ട പോലെ പോകുന്ന ദിവസം ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് നമ്മളെ തന്നെ ഒരു ബെറ്റർ വേർഷൻ ആക്കിയിട്ട് മാറ്റാൻ പറ്റും കേട്ടോ. പിന്നെ എന്താ പറയാ, എല്ലാത്തിനും ഒരു റൂട്ടീൻ. നമ്മളിപ്പോ ഒരു എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് എല്ലാത്തിനോട് ടൈം കണ്ടെത്തിയിട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യുക. നമുക്ക് പെട്ടെന്നൊന്ന് എഴുതി വെക്കാതെ ഒന്നും പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തലേ ദിവസമേ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് നിങ്ങൾക്ക് അപ്പോ എന്തായാലും മനസ്സിലാവും കേട്ടോ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്, ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ഒരുപാട് പേര് ഹെൽത്ത് കോൺഷ്യസ് ആണ്. പിന്നെ കുറെ പേർക്ക് എന്താ പറയാ, അവര് മനസ്സിലാക്കി ഇരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ സ്ലിം ആയിരുന്നാലും നമ്മൾ ഹെൽത്തി ആണെന്നുള്ളത്. അങ്ങനെ സ്ലിം ആയിരുന്നാലും നമ്മൾ ഒരിക്കലും ഹെൽത്തി അല്ല കേട്ടോ. അത് നമ്മള് എന്താ പറയാ, നമ്മള് ചിലപ്പോ നല്ല മെലിഞ്ഞിരിക്കുന്ന ആളായിരിക്കും, അവർക്കും കുറെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ ഉള്ളവരുണ്ട്. സോ നമ്മൾ നമ്മുടെ ഹെൽത്ത് കുറച്ചുകൂടെ കോൺഷ്യസ് ആവുക. നമ്മൾ നമ്മളെ ഡയറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ ഒരു ഡയറ്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ ആർക്കും പറ്റുന്ന കാര്യമല്ല. പിന്നെ നിങ്ങൾക്ക് പറ്റാത്ത ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. അതായത് നമ്മൾ ഭയങ്കര ഹെവി ആയിട്ട് ഇനി ഞാൻ ഇത്രേ കഴിക്കുള്ളൂ ഇതേ കഴിക്കുള്ളൂ എന്ന രീതിക്ക് നമുക്ക് പറ്റില്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. നമ്മൾ ആദ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ രീതിക്ക് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് വലിയ വലിയ സ്റ്റെപ്പിലേക്കൊക്കെ പോവാം. ഞാൻ അത്യാവശ്യം എന്റെ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് എന്ന് കരുതി ഞാൻ ഭയങ്കരമായ ഡയറ്റ് അല്ല. എനിക്ക് എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡയറ്റാണ് ഞാൻ ചെയ്യുന്നത്. കാരണം നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ കഴിച്ച് സാധാ ഫുഡുകളൊക്കെ കഴിച്ച്, പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ കൺട്രോൾ ചെയ്ത് ഇന്ന് ഇത്ര മീൽസ് ഞാൻ കഴിക്കും, ഇത്ര ടൈമിൽ കഴിക്കും എന്നൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ഞാനും അർജുൻ ആണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം ഡയറ്റും ഹെൽത്തും ഒക്കെ കുറച്ച് കൺസേൺ ആയിട്ടുള്ള ആളുകളാണ്. അതേപോലെ നിങ്ങളും ചെയ്യുക. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ കഴിക്കുന്ന ഫുഡൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ മോശമായിട്ട് സംഭവിക്കുക എന്നുള്ളത് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. അപ്പൊ നമുക്ക് കുറെയൊക്കെ നമ്മളെ എന്താ പറയാ, അങ്ങനത്തെ ജങ്ക് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒട്ടും കഴിക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല, കാരണം ഞാനും അത്യാവശ്യം എല്ലാ ഫുഡും കഴിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് കഴിക്കാറില്ല. അതേപോലെ ഞാൻ കഴിക്കുന്ന ക്വാണ്ടിറ്റി വളരെ കുറവാണ്. പിന്നെ ഒരു 6 months ഒക്കെ കൂടുമ്പോൾ നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പ് നടത്തുക ഹെൽത്തിന്റെ. കാരണം ഇപ്പൊ നമുക്ക് നമ്മുടെ ബോഡീന്റെ ഇൻസൈഡ് എന്താ നടക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈവൻ ഇപ്പൊ ഒരു നല്ല വണ്ണുള്ള ഒരാളാണെങ്കിലും മെലിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിലും രണ്ടുപേർക്കും ഒരേപോലെ ഡിസീസസ് വരാനും നമ്മളിപ്പോ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരാൻ, ലൈക്ക് കൊളസ്ട്രോൾ, BP, അതിനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരു 6 months അല്ലെങ്കിൽ ഒരു 8 months എങ്കിലും കൂടുമ്പോൾ നമ്മളൊരു റുട്ടീൻ ആയിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ്, ഒരു ചെക്കപ്പ് നടത്തുക. അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ, ഒരു ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്യുക. അതായത് നമുക്ക് ആദ്യമേ ഞാനിപ്പോ പോയിട്ട് ജിമ്മിൽ പോവുക, വലിയ എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു 20 minutes നടക്കാൻ പോവുക, അല്ലെങ്കിൽ യോഗ ചെയ്യുന്നവരുണ്ടാവും ചിലര്, അത് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്യുക. അത് നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി തരുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ മുമ്പ് എന്റെ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യായിരുന്നു. അതെനിക്ക് കുറച്ചൊരു വെയിറ്റ് എന്നൊന്നും പറയാനില്ല, കുറച്ചൊരു വെയിറ്റ് അധികം പോലെ തോന്നിയത് കൊണ്ടും പിന്നെ ആ ടൈമിൽ വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും ഞാൻ എന്താ പറയാ, ഡെയിലി എക്സസൈസ് ചെയ്യായിരുന്നു. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ, അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആവും,
ഫിസിക്കലി മെന്റലി ഒക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ഒരു എനർജി വരുന്ന ഒരു കാര്യമാണ് ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യുക. അതേപോലെ നിങ്ങൾ ചെയ്യുക. ഞാൻ വലിയ എക്സസൈസിന്റെ കാര്യമല്ല പറയുന്നത്, ഒരു 10 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എക്സസൈസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതാണ് രണ്ടാമത്തെ കാര്യം. ഹെൽത്തിനെ കുറച്ചുകൂടെ പ്രയോറിറ്റൈസ് ചെയ്യുക. പിന്നെ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അളവൊക്കെ കൺട്രോൾ ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല്, ഇത് എസ്പെഷ്യലി മാരീഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ അപ്രീഷിയേറ്റ് യുവർ പാർട്ട്ണർ. നമ്മുടെ പാർട്ട്ണർ ഇപ്പം എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, അപ്പോൾ അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. കാരണം അങ്ങനെ നമുക്ക് ഇപ്പൊ നമ്മുടെ പാർട്ട്ണർ നമ്മൾ ഇഷ്ടത്തോടെ അവർക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്കൊരു കോംപ്ലിമെന്റ് കിട്ടുക എന്ന് പറയുന്നത് അത്രത്തോളം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് തരുന്ന വേറെ ഒരു കാര്യമില്ല കേട്ടോ. പലരും അത് എക്സ്പ്രസ് ചെയ്യാറില്ല. മേ ബി അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കാം അത് നല്ലതാണ്, അവള് ചെയ്തു തന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അവൻ ചെയ്തു തന്നത് നല്ലതാണെന്നുണ്ടാവും. പക്ഷെ അത് പുറത്തേക്ക് കാണിക്കാൻ പലർക്കും മടിയായിരിക്കും കേട്ടോ. മടിയല്ല, ചിലരെ ക്യാരക്ടർ മേ ബി അങ്ങനെ ആയിരിക്കാം. ചിലര് വിചാരിക്കും ഞാനിപ്പോ എന്തിനാണോ അങ്ങനെ പറയുന്നത്, നല്ലതാണെന്ന് അറിയാലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മളിപ്പോ എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മൾ രണ്ട് സൈഡിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. അത് ഭയങ്കര നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ, അതായത് ഒരു ഫാമിലി ലൈഫിന്റെ ക്വാളിറ്റിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതും എനിക്ക് എന്റെ ലൈഫിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റം കൊണ്ടുവരും. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എന്തായാലും അടിപൊളി ചേഞ്ചസ് കൊണ്ടുവരും കേട്ടോ. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ് കേട്ടോ. നമുക്ക് ഒന്നുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ഏറ്റവും 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 നമ്മുടെ ലൈഫില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഒരൊറ്റ ലൈഫേ ഉള്ളൂ. നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ, നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ നമുക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നമുക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്കറിയാം പലരും അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ ഫാമിലിനെ കൺസിഡർ ചെയ്യുന്നവരുണ്ടാവും. അവരുടെ ഇപ്പം മക്കളാണെങ്കിൽ അവരെ നോക്കുന്നവരുണ്ടാവും, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഇതൊന്നും ചെയ്യേണ്ടതല്ല ഞാൻ പറയുന്നത്. അതിന്റെ ഇടയിൽ നമ്മളെ കൂടെ കൺസിഡർ ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ എന്തായാലും കണ്ടെത്തണം കേട്ടോ. അങ്ങനെയെങ്കിലേ നമുക്ക് ലൈഫിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളൂ, മുമ്പോട്ടേക്ക് പോകാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളൂ. അല്ലാതെ നമ്മൾ ആർക്കോ വേണ്ടി എല്ലാം ചെയ്ത് അവരുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കി മുമ്പോട്ട് പോകാന്ന് പറയുന്നതിൽ അതിലൊരു അർത്ഥമില്ല. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആ ഒരു നെഗറ്റീവ് മീനിങ് അല്ല കേട്ടോ ഇതിനുള്ളത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നമുക്ക് വേണ്ടിയിട്ടും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മേ ബി നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്കില്ല് ഉണ്ടായിരിക്കാം. നമുക്കിപ്പോ എന്തെങ്കിലുമൊക്കെ സ്കില്ലുകൾ നമ്മൾ പണ്ട് ചെയ്തിരുന്ന ഇപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതൊക്കെ ഒന്ന് ചെയ്യാൻ ട്രൈ ചെയ്യാം. അതുപോലെ നമുക്ക് ചിലരിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവും, അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. പല തടസ്സങ്ങൾ കാരണം അത് ചെയ്യാണ്ടിരിക്കുന്നവരുണ്ടാവും. ഇപ്പൊ ഫാമിലിയിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മളെ കൂടെ നമ്മൾ കെയർ ചെയ്യുന്നു. നമ്മുടെ ഇപ്പൊ ഹെൽത്ത് ആണെങ്കിലും നമ്മുടെ സ്കിൻ ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സന്തോഷമാണെങ്കിലും അതിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് നമുക്ക് എന്ന് തോന്നിക്കഴിഞ്ഞാല് മുമ്പോട്ടേക്ക് പോകാൻ കൂടുതലൊരു എക്സൈറ്റ്മെന്റ് ആണ്. അതെന്തായാലും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഒരു പുതിയ വർഷമാണ്, അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി കൂടെ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യും എന്ന് തീരുമാനിക്കല്ല. ഓൾറെഡി എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അതും ഒന്ന് കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ പഴയ മറന്നുപോയ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പൊടിതട്ടി എടുക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ചിലരൊക്കെ ഈ വർഷം ഞാൻ എന്റെ ബോഡി കുറച്ചുകൂടെ ശ്രദ്ധിക്കും, ഞാൻ കുറച്ചുകൂടെ ഡയറ്റൊക്കെ ശ്രദ്ധിക്കും എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ അതൊക്കെ എന്തൊക്കെയാണ് ആ റീസൺ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് പോലെ തന്നെ നിങ്ങൾക്കും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ എന്തായാലും കുറേ നല്ല ചേഞ്ചസ് കൊണ്ടുവരും കേട്ടോ. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇത് എല്ലാവരും ഒരേപോലെ എടുക്കണം എന്നില്ല.
പക്ഷെ എനിക്കത് ലൈഫിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ഒരു ചേഞ്ചസ് കൊണ്ടുവരും എന്ന് തോന്നിയ കാര്യമാണ് ജേർണലിങ്. അതായത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ കാര്യങ്ങളും വേണമെന്നില്ല. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ള കാര്യത്തിലാണല്ലോ അതിന്റെ ഇമ്പോർട്ടൻസും, അതായത് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ എത്ര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണെന്ന് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുക. അത് എഴുതി വെക്കുന്നതിലൂടെ നമ്മൾ കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആവുകയാണ്. നമുക്ക് ഇപ്പൊ ചില സമയങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഇപ്പൊ വേറെ ഒരാളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി എന്ന് വരണമില്ല. സോ നമ്മളിപ്പോ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ ഡയറി എഴുതുക. നമ്മൾ നോർമലായി പറഞ്ഞാൽ ഡയറി എഴുതുക. അപ്പോൾ അതിൽ നമുക്ക് എല്ലാം ഇങ്ങനെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാൻ പറ്റിയാൽ നമ്മുടെ മനസ്സൊന്ന് ഫ്രീ ആവുകയാണ്. അതേപോലെ നമുക്ക് അതൊരു മെമ്മറി പോലെ തന്നെയാണ്. കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ കടന്നു വന്ന ഫേസ് കൂടെയൊക്കെ നമുക്ക് ഒന്നുകൂടെ തിരിച്ചു പോകാനും പറ്റും. ഞാൻ അധികം ഇപ്പൊ ഇങ്ങനെ ജേർണലിംഗ് അല്ലെങ്കിൽ ഡയറി എഴുതുക അങ്ങനത്തെ ശീലമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ കുറച്ചായിട്ട് ഞാനിപ്പോ ചില കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട്. അത് എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവും, ഒന്ന് ക്ലീൻ ആവും. നമ്മളൊരു വെയിറ്റ് ഇറക്കി വെച്ച പോലെയാണ്. ചില സമയങ്ങളിൽ നമുക്ക് നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമുക്ക് ഓരോ ചിലപ്പോൾ സമയത്ത് മൂഡ് സ്വിങ്സ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുമ്പോൾ നമ്മളൊന്നുകൂടെ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആവും. അതേപോലെ തന്നെ ഈ ജേർണലിങ്ങിന്റെ പാർട്ടായിട്ട് ഞാൻ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞല്ലോ, നിങ്ങളുടെ ലൈഫിൽ ഒരു ഡേ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. അതും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും കൂടി ആയി കഴിഞ്ഞാൽ അതൊരു ഭയങ്കര അടിപൊളി കാര്യമാണ്. നിങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, അപ്പൊ രാവിലെ എഴുന്നേറ്റ് 1 2 3 4 5 ചെയ്യുമ്പോൾ നിങ്ങളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോവാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പോവാം. ഭയങ്കര ഹാപ്പി ആയിട്ട്, അയ്യോ ഇങ്ങനെ അത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്തില്ലല്ലോ, എക്സസൈസ് ഉണ്ടല്ലോ, ഇതിങ്ങനെ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതിപ്പോ ആരായാലും കേട്ടോ, ജെൻഡർ വ്യത്യാസം ഇല്ലാതെ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. അത് എന്തായാലും നിങ്ങൾക്ക് ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഇനിയും ഒരുപാട് പോയിന്റുകളുണ്ട്. പക്ഷെ ഞാൻ എന്തായാലും നമ്മളിപ്പോ ഒരുപാട് കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പറ്റാവുന്ന ഒരു മാക്സിമം 4 or 5 തിങ്സ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ കുറച്ചൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നതാണ്, കുറച്ചൊക്കെ പുതുതായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കും, അത് ഉറപ്പാണ്. പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളായിരിക്കും. നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നു, പക്ഷെ നിങ്ങൾക്ക് എന്തായാലും അത് കിട്ടും. നിങ്ങളും പുതിയ വർഷത്തില് പുതിയൊരാളാവുക എന്നുള്ളതല്ല, നമ്മൾ ഓൾറെഡി നല്ലവർ തന്നെയാണ്. നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ ആയിട്ട് മാറുക. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ ആയിട്ട് നമ്മൾ മാറുക. സോ ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ ഒരു ചെറിയ വീഡിയോ ആണ്, എനിക്ക് ഇത് ഷെയർ ചെയ്യണം തോന്നി. ഞാൻ എന്തായാലും ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നാളായി. അപ്പൊ ഞാൻ ഇപ്പൊ ലാസ്റ്റിലേക്ക് ആയപ്പോ ഇപ്പൊ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നിങ്ങള് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ലൈഫിലും നല്ല നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അപ്പൊ ഇന്നത്തെ എന്റെ ഒരു വ്ളോഗ് അത്രയൊക്കെ ഉള്ളൂ, കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ചിൽഡ്രൻ, ടാറ്റ, ബൈ ബൈ, ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മെരി ക്രിസ്മസ്.